കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം ജീവിക്കാനാകാത്ത സ്ഥിതിയാണെന്നും ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് കാണിക്കാർ സംയുക്ത സംഘം നെയ്യാർ ഡാം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൃഷി പോലും ചെയ്യാനാവാത്ത അവസ്ഥയാണെന്ന് ഇവർ പറഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും വന്യമൃഗങ്ങൾ കാരണം നടത്താനാകാത്ത സ്ഥിതിയാണ്. ആനയുടെ ശല്യം വ്യാപകമായതോടെ ആനക്കിടങ്ങുകൾ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല. ആദിവാസികളുടെ ഭൂമിയിൽ ആനക്കിടങ്ങുകൾ നിർമ്മിക്കാതെ വനഭൂമിയിൽ തന്നെ കിടങ്ങുകൾ നിർമ്മിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. സൂചനാ സമരം മാത്രമാണ് ഇന്ന് നടത്തിയതെന്നും ഈ മാസം 30-ന് വനമന്ത്രിയുടെ വീട്ടുപടിക്കൽ മാർച്ചും ധർണയും നടത്തുമെന്നും ഇവർ വ്യക്തമാക്കി. നെയ്യാർ ഡാം റേഞ്ച് ഓഫീസിൽ നടന്ന സൂചനാ സമരം ജനറൽ സെക്രട്ടറി ഭാർഗവൻ മേത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഇവർ പരാതിപ്പെട്ടു. കാട്ടാന, കാട്ടുപോത്ത്, മ്ലാവ്, പിന്നെ കാട്ടുപന്നി, കുരങ്ങുകൾ, പിന്നെ ഇപ്പോൾ നെയ്യാർ മേഖലയിലാണെങ്കിൽ പുള്ളിമാനുകളടക്കം ഒരു കൃഷി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വിളവ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഞങ്ങളുടെ പരമ്പരാഗതമായിട്ട് തന്നെ ഞങ്ങൾ കൃഷിയിലൂടെ തനതായ കൃഷി ജീവിക്കുന്ന ആൾക്കാർ. പക്ഷെ ഇപ്പോൾ ഒരു വാഴ നടാൻ നിർത്തിയില്ല, ഒരു മുളക് ചെടി പോലും നടാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സെറ്റിൽമെന്റ് പുറത്തിറങ്ങാൻ കഴിയില്ല. കാരണം ഈ മൃഗങ്ങളുടെ പ്രത്യേകിച്ച് കാട്ടാന, പോത്ത് കൂട്ടമായിട്ടുള്ള കുട്ടികളെ സ്കൂളിൽ കഴിയുന്ന പോയിട്ട് വരാൻ കഴിയുന്നത് ഓരോ ദിവസം തള്ളി നിൽക്കുന്നതിന് വളരെ വിഷമത്തോടുകൂടിയാണ് ഞങ്ങൾ. ഈ ആനക്കിടങ്ങ് നിർമ്മിക്കാത്തതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആനക്കിടങ്ങ് ഇപ്പൊ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ കാട്ടുപോത്തിനെ ആനയും നമുക്ക് നിർത്താൻ കഴിയും. പിന്നെ ഈ സോളാർ ഫെൻസിങ് അത് ഫലത്തിൽ യാതൊരു ഉപയോഗമില്ലാത്തൊരവസ്ഥയാണ്. കാരണം സോളാർ വേലി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എന്തെങ്കിലും മരക്കുമ്പോൾ ഒടിഞ്ഞു വീഴും, അത് ഇതാവും. അപ്പൊ ശരിക്ക് ആനക്കിടങ്ങ് അതുപോലെ തന്നെ നെറ്റ് വേലിയും ഒരു പരിധി വരെ ചെയ്തു കഴിഞ്ഞാൽ ശേഷം ഈ കുരങ്ങുകളെ മറ്റുള്ള ജീവികളെ പോട്ടൊരു 60% ഈ വന്യമൃഗങ്ങളുടെ കൃഷി നശിക്കുന്നത് ഒഴിവാക്കാൻ കഴിയും. സെറ്റിൽമെന്റിലെന്ന് പറയുമ്പം മ്ലാവ്, പിന്നെ കുരങ്ങ്, പന്നി, ഇങ്ങനെയുള്ള ഒരു നിവർത്തിയില്ല. കുരങ്ങുകളുടെ ശല്യം കാരണം ഒരു നിവർത്തിയില്ല. ഭക്ഷണം പോലും പാചകം ചെയ്ത് വീട്ടിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ കുരങ്ങിനെ പിടിക്കുന്ന ഏതെങ്കിലും പിന്നെ പെട്ടി കൊണ്ടുവന്ന് അതിനകത്താക്കി പിടിച്ച് ഉൾവനത്തിലേക്ക് എവിടെയെങ്കിലും കടത്തി വിട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് സുഖകരമായിട്ട് അവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. ഒരു സാധനവും പുറത്ത് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ഏത് സമയത്തും രാത്രിയും പകലുമില്ലാതെ ജനലുകളും വാതിലുകളും എല്ലാം അടച്ചിടേണ്ട ഒരവസ്ഥയും കൂടിയാണ്. പിന്നെ ഒരു വക കൃഷിയും ഞങ്ങൾക്ക് ചെയ്യാൻ നിവർത്തിയില്ല. ഇതെല്ലാം ഒരു കുരുമുളക്, ഒരു കാന്താരി മുളക് പോലും ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് സാഹചര്യം. ഈ പുള്ളിമാൻ തന്നെ പെറ്റുപെരുകുന്ന രീതി അനുസരിച്ച് മാൻ പാർക്കിൽ ഇതിനെ പുറത്തേക്ക് തുറന്നു വിടുന്നു. ഇതെല്ലാം ഞങ്ങൾ സെറ്റിൽമെന്റിൽ മുഴുവൻ ഇങ്ങനെ നിരന്തരം രായും പകലും ഇല്ലാതെ നടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കൃഷിയെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഞങ്ങൾ ഒരു പട്ടിണി മരണത്തിലേക്ക് ചെന്നെത്തുന്ന തലത്തിലേക്കാണ് ഇത് നീങ്ങുന്നത്. ഏത് സെറ്റിൽമെന്റ് ആണ്? പ്ലാവട്ടി സെറ്റിൽമെന്റ്. അതായത് ഞങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. ഒരു കാലഘട്ടത്തിൽ റബ്ബർ ബോർഡിന്റെ അംഗീകാരത്തിൽ തന്നിട്ടുള്ള റബ്ബർ തൈകളെല്ലാം മുറിക്കുന്ന ആ ഒരു സമയം കഴിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് അത് മുറിച്ച് കഴിഞ്ഞാൽ തിരികെ വയ്ക്കുന്നതിന് അതിനെ കൃഷി ചെയ്ത് പരിപാലിച്ചെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയന്തരമായി ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് നെറ്റ് വേലി, പിന്നെ ഞങ്ങൾക്ക് സോളാർ ഫെൻസിങ് വേണ്ട. സോളാർ ഫെൻസിങ് ഞങ്ങൾക്ക് നേരത്തെ പഴയ കാലങ്ങളിൽ അവിടെ ചെയ്തിട്ടുള്ളതാണ്. അത് ഒരു ഉപയോഗമില്ലാത്ത അവസ്ഥയിലാണ് അത് പോകുന്നത്. അടുത്ത് വീണ്ടും സോളാർ നെറ്റ് വേലിയാണ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. അത് അവിടെ ചെയ്യാൻ അനുവദിക്കില്ല. ഞങ്ങൾക്ക് നെറ്റ് വേലി തന്നെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഞങ്ങൾക്ക് ഇത്തരം മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അതൊന്ന്. പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ വനം വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ കെട്ടിയിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി ഹാൾ ലക്ഷങ്ങൾ ഉപയോഗിച്ച് കെട്ടിയ ഹാളാണ്. ഈ ഹാള് ഞങ്ങൾക്ക് ആദിവാസികളുടെ വിഭാഗത്തിൽപ്പെട്ട ഞങ്ങളുടെ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക്, ഞങ്ങളുടെ പൊതുവായ കാര്യങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ട കെട്ടുള്ളൂ. എത്രയോ വർഷകാലം കൊണ്ട് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ കെട്ടിടം നിലം പൊത്തുന്ന രീതിയിലാണ് അത് കിടക്കുന്നത്.
അത് പല മേഖലയിലും ടൂറിസം വകുപ്പും വനം വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ട് പല പദ്ധതികൾ നടപ്പിലാക്കുന്നു. പക്ഷേ ഈ കെട്ടിടം കെട്ടി ഈ ലക്ഷങ്ങൾ ഉപയോഗിച്ച് കെട്ടിയിട്ട കെട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. അതിന് പിന്നെ പുനരുദ്ധരിച്ച് ഞങ്ങളുടെ കുട്ടികളുടെ കാര്യവും ഞങ്ങൾ ആദിവാസികളെന്നുള്ള നിലയിൽ ഞങ്ങളുടെ പിന്നെ ഊരുത്സവങ്ങളും ഊരിലെ കല്യാണമായിരുന്നാലും കുട്ടികളുടെ കല്യാണ ആവശ്യത്തിനും എൻഗേജ്മെന്റിനും ഇതിനെല്ലാം ഉപയോഗിക്കത്തക്ക രീതിയിൽ ഗവൺമെന്റ് വനം വകുപ്പ് അതിനെ ആ കെട്ടിടത്തിന് മാറ്റി പുതിയ കെട്ടിടം പണി ചെയ്ത് തരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം.